അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട മാസമായ റജബിൻ്റെ ആദ്യത്തെ 10 നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അള്ളാഹ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സ്വലാത്തിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു സ്വലാത്തിനെ ദിവസത്തിൽ ഒരു വട്ടമെങ്കിലും ഓതിക്കഴിഞ്ഞാൽ, ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ മലായിക്കത്തീങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നതാണ്. മുത്തുനബിയുടെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ ചൊല്ലാറുണ്ട്. എന്നാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്വലാത്തുണ്ട്. ഈ ഒരു സ്വലാത്തിനെ നമ്മൾ ഓരോ ദിവസവും അധികരിപ്പിച്ച് എണ്ണം വർദ്ധിപ്പിച്ച് കൊണ്ട് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മലായിക്കത്തീങ്ങൾ നമുക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലും. എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി കാവലിന് ചോദിക്കുകയും ചെയ്യുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടാൻ പോകുന്ന ആപത്തുകളിൽ നിന്നും, മുസീബത്തുകളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും രക്ഷ കിട്ടുന്നതിന് അള്ളാഹുവിൻ്റെ മലായിക്കത്തീങ്ങൾ നമുക്ക് വേണ്ടി റബ്ബിനോട് ചോദിക്കുകയും ചെയ്യുന്നതാണ്. അത്രക്കും പവർ കിട്ടുന്ന ഒരു സ്വലാത്തുണ്ട്. ഈ ഒരു സ്വലാത്തിനെ പുണ്യമാക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു റജബിൽ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ആപത്ത് മുസീബത്തിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുവാനും, അപകടങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും രക്ഷ കിട്ടുന്നതിനും നമുക്കിത് സഹായകരമാവുകയും ചെയ്യുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന സ്വലാത്താണ് ഇബ്രാഹിമിയ സ്വലാത്ത്. നമ്മുടെ നിസ്കാരത്തിൽ നമ്മൾ പതിവായി ചൊല്ലാറുള്ള ഒന്നാണ് ഇബ്രാഹിമിയ സ്വലാത്ത്. ഈ സ്വലാത്തിനെ നമ്മൾ ഒന്നോ രണ്ടോ വട്ടമല്ല, ഓരോ ദിവസവും മുത്ത് റസൂലിൻ്റെ പേരിൽ അധികരിപ്പിച്ചു കൊണ്ട് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കാത്ത മേഖലകളിൽ പോലും നമുക്ക് വിജയം കിട്ടും. നമ്മൾ ഏതൊരു കാര്യമാണോ ആത്മാർത്ഥമായി കിട്ടാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കാര്യവും നമുക്ക് പെട്ടെന്ന് നടന്നു കിട്ടുന്നതാണ്. ഇബ്രാഹിമിയ സ്വലാത്തിനെ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുന്നുണ്ട്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഈ ഒരു സ്വലാത്ത് നമുക്കെല്ലാവർക്കും മനഃപ്പാഠമാണ്. അതുകൊണ്ട് നമ്മൾ മുത്ത് റസൂലിൻ്റെ പേരിൽ നിയ്യത്ത് ചെയ്തുകൊണ്ട് ഈ ഒരു സ്വലാത്തിനെ നമ്മൾ അധികരിപ്പിക്കുക. പുണ്യമാക്കപ്പെട്ടിട്ടുള്ള ഈ റജബിൽ നമ്മൾ ഏതൊരു നല്ല പ്രവൃത്തി ചെയ്താലും അതിന് ഫലം ഇരട്ടിയാണ്. അതുകൊണ്ട് മുത്ത് റസൂലിൻ്റെ പേരിൽ ഒരു വട്ടം നമ്മൾ ഈ സ്വലാത്ത് ചൊല്ലിയാൽ അതിന് കിട്ടുന്ന ഫലം ഇരട്ടിയായിരിക്കും. നമുക്ക് കിട്ടുന്നതോ വമ്പൻ നേട്ടങ്ങളും. അള്ളാഹുവിൻ്റെ മലായിക്കത്തീങ്ങൾ നമുക്ക് വേണ്ടി കാവൽ ചോദിക്കുന്ന ഒരു സ്വലാത്ത് കൂടെയാണിത്. ഇൻഷാ അള്ളാഹ് ഈ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് മുതൽ ഈ ഒരു സ്വലാത്തിനെ മുത്ത് റസൂലിൻ്റെ പേരിൽ നിയ്യത്ത് ചെയ്തുകൊണ്ട് നമ്മളെല്ലാവരും ചൊല്ലാൻ തുടങ്ങുക. ഇൻഷാ അള്ളാഹ് അല്ലാഹു തആല നമുക്കതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. പുതിയൊരു അറിവുമായി അടുത്ത വീഡിയോയിൽ വരാം. അസ്സലാമു അലൈക്കും.